തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഇന്നത്തെ ചർച്ചകൾ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതിൻ്റെ സമത്വത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള രൂപരേഖകളും ആശയങ്ങളും ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. തികച്ചും വ്യത്യസ്തമായ എന്നാൽ ഏറ്റവും ആവശ്യമായ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കായിക വിദ്യാഭ്യാസം, സ്പോർട്സ് എല്ലാം ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ മലബാർ മേഖലയെ എത്ര കണ്ട് ഈ രംഗത്തേക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും, ഓരോ വ്യക്തിയിലും എത്ര കണ്ട് ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും എൻ്റെ ചെറിയ അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. ആദ്യം പഠിക്കുന്നത് ആൽഫബറ്റ്സ് ആണ്, അല്ലേ? ABCD പഠിക്കുന്നു, മലയാളം അക്ഷരമാലകൾ പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, മലയാളം പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, മാത്തമാറ്റിക്സ് പഠിക്കുന്നു, എല്ലാം പഠിക്കുന്നു. പക്ഷേ നമ്മൾ ആരോഗ്യം പഠിക്കുന്നുണ്ടോ? നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തുകൊണ്ട് നമ്മൾ ആരോഗ്യം പഠിക്കുന്നില്ല? ഇനി ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഒരു വ്യക്തിയുടെ അവൻ്റെ അപ്പിയറൻസിന്, അവനായിക്കോട്ടെ അവളായിക്കോട്ടെ, അവരുടെ അപ്പിയറൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, ആ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നടത്തമാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ നടത്തത്തിലാണ് അവൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ അവളുടെ അപ്പിയറൻസ്. നമ്മൾ രാവിലെ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് കോസ്മെറ്റിക്സൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാലുകൾ തമ്മിലിങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ നടക്കുക, വളരെ ബോറാ, സൗന്ദര്യം വളരെ കുറവാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ് എന്ന് നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെ നമ്മൾ നടന്ന് ശീലിക്കും. അത് നമ്മൾ എത്ര കാലവും അങ്ങനെ തന്നെ നടന്നു. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു ഒളിമ്പ്യനെ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കുക? ഇവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. എത്ര പേര് നടക്കാൻ പഠിക്കുന്നു? എത്ര പേര് ഇരിക്കാൻ പഠിക്കുന്നു? എത്ര പേര് എറിയാൻ പഠിക്കുന്നു? എത്ര പേര് ഓടാൻ പഠിക്കുന്നു? ഇതൊക്കെ നമ്മുടെ ബേസിക് മൂവ്മെൻറ്റ്സുകളാണ്. ആ ബേസിക് മൂവ്മെൻറ്റ്സിനെ നമ്മൾ പഠിക്കാതെ നമ്മൾ സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്നുണ്ട്. പഠിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ കണക്കുകളിലൂടെ ഞാൻ പോവാം. അതിനു മുമ്പ് ഒരു ആമുഖം തന്നു എന്ന് മാത്രം. നമ്മുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആരോഗ്യം എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയമില്ല. നമ്മളിപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ എന്നെക്കാൾ മുകളിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, നമുക്ക് പൊട്ടിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു, അല്ലേ? നമ്മൾ പൊട്ടിച്ചിരിക്കും, പൊട്ടിക്കരയും ചെയ്യും. ഇന്നത് കാണുന്നില്ല കുട്ടികളിൽ. പൊട്ടിക്കരയാനും പൊട്ടിച്ചിരിക്കാനും കുട്ടികൾക്ക് മറന്നുപോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കരയും, അവർ ചിരിക്കും, അവരാവശ്യത്തിന് വേണ്ടി. അത് കഴിഞ്ഞല്ല. മനസ്സ് തുറന്ന് ചിരിക്കുക എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഘടകത്തിലേക്ക് പോലും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മാക്രോ ഫാമിലിയിൽ നിന്നും മൈക്രോ ഫാമിലിയിലേക്ക് വന്നു, അല്ലേ? കൂട്ടുകുടുംബത്തിൽ നിന്നും ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും എന്നുള്ള ഒരു ഫ്ലാറ്റ് ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഒരു സൊസൈറ്റിയുമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഞാൻ പറയും, സ്പോർട്സ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പലരും എന്തിനാണ് നിങ്ങൾ സ്പോർട്സിൽ ഇത്ര താല്പര്യം എടുക്കുന്നത്, എന്തെങ്കിലും സ്പോർട്സിന് എന്തിനും ഇത്ര പ്രാധാന്യം? സ്പോർട്സ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. നോട്ട് ഓൺലി സ്പോർട്സ്, ആർട്സ് ആക്ടിവിറ്റീസ് എല്ലാം. പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. അതിൽ ചെറിയ പേഴ്സൻറ്റേജ് വ്യത്യാസം ഉണ്ടാവും. ചിലവർക്ക് 100% മാർക്ക് കിട്ടും, ചിലവർക്ക് 50%. എനിക്ക് 60% മാർക്ക് കിട്ടിയ ആളാണ് ഞാൻ. പക്ഷേ ഐ ആം സിറ്റിംഗ് ദിസ് പൊസിഷൻ. അപ്പം മാർക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു മാനദണ്ഡം എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പോയിട്ടുണ്ട്. ഒരുപാട് നല്ല ഫ്രണ്ട്സുകൾ, നല്ല പൊസിഷനിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പോലുള്ള പല ഫ്രണ്ട്സുകളും എനിക്കുണ്ട്. അവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം അവർ പറയുന്ന കാര്യം, നിങ്ങൾ എത്ര മാർക്ക് +2 വാങ്ങിയെന്നോ, എത്ര മാർക്ക് SLCക്ക് വാങ്ങിയെന്നോ, ഡിഗ്രിക്ക് വാങ്ങിയെന്നോ, നോബഡി വിൽ ആസ്ക്. ബട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് ചോദ്യം? വാട്ട് ആർ ദ ടാലൻറ്റ്സ് യു ഹാവ്? എന്താണ് നിങ്ങളുടെ ടാലൻ്റാണ് ഏറ്റവും പ്രധാനം. ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഞാൻ അധ്യാപകരോട് ഏത് പോകുമ്പോൾ പറയാറുള്ളതാണ്, ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കാൻ മാത്രമുള്ളവനാവരുത് അധ്യാപകൻ. ഒരു അധ്യാപകൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടാലൻറ്റ്, ഒരു കുട്ടിയുടെ ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം ഒരു അധ്യാപകൻ.
ആ രീതിയിലേക്കായിരിക്കണം നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ രീതി മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു ഈ വർഷത്തെ കഴിഞ്ഞ 2 വർഷം മുന്നേ ഒരു കേരളത്തിലെ ആരോഗ്യരംഗത്ത് വിദ്യാർത്ഥികളുടെ ഒരു കണക്കെടുത്തു ആരോഗ്യത്തെക്കുറിച്ച്. 90% CBSE ICSE കുട്ടികൾ, 90% കുട്ടികളും ബിലോ ഫിറ്റ്നസ് ലെവലാണ്. അതുപോലെ ഗവൺമെൻറ് സ്കൂളുകളിലെ കുട്ടികളുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഒരു ക്രൈറ്റീരിയ വെച്ച് അതിന് ആരോഗ്യ അസസ്മെൻറ്റ് നടത്തി. 80% കുട്ടികളും ബിലോ ഫിറ്റ്നസ് ലെവലാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ നാച്ചുറൽ ടാലൻറ്റ്, ആ നാച്ചുറൽ ടാലൻറ്റ് നമുക്ക് ഒരു 30-35 വയസ്സ് വരെ നമ്മൾ നല്ല ആരോഗ്യത്തിലൊക്കെ നിൽക്കും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിമിനിഷിങ് ആണ്, താഴത്തേക്ക് പോകും ഗ്രാഫുകളൊക്കെ. ഓരോരോ അസുഖങ്ങൾ വരാൻ തുടങ്ങും, അപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങും. അതുവരെ നമ്മൾ നടക്കൂല. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അപ്പോൾ ഇത് ചെറുപ്പത്തിലെ നമ്മൾ ഈ ഒരു ശീലങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു പഠനം സുപ്രീം കോടതി ഒരു പഠനത്തിന് വേണ്ടിയിട്ട് അമിക്കസ് ക്യൂരിയെ വെച്ചു. ഈ അമിക്കസ് ക്യൂരി കണ്ടെത്തിയ ഒരു റിപ്പോർട്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓർ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് അവരുടെ മൗലികമായ അവകാശമാണ് കുട്ടികളുടെ എന്നാണ്. ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ഓൾ ദ സ്കൂൾസ്. ആ കുട്ടിയുടെ അവകാശം അത് നിഷേധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിങ്ങൾക്കറിയാം, ആഴ്ചയിൽ 2 തവണ എങ്കിലും 2 പീരീഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നിർബന്ധമാണ് എന്നുള്ളത് ഒരു നിയമം വന്നിരിക്കുകയാണ്. അപ്പം ഈ രീതിയിലേക്ക് വിദ്യാഭ്യാസത്തെ ഞാൻ എപ്പോഴും 2 ഗെയിമുകളാണ് കുട്ടികൾ നിർബന്ധമായും കളിക്കണം എന്ന് പറയുന്നത്. ഈ 2 ഗെയിമുകൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഈ 2 ഗെയിം എന്ന് പറയുന്നത് നമ്പർ 1, ഈ ഇരിക്കുന്ന കുട്ടികൾ ആർക്കെങ്കിലും പറയാൻ പറ്റും ഏത് ഗെയിമാണ് ഒരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ പഠിച്ച് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഗെയിം? ഒന്ന് പറയാൻ പറ്റുമോ? മിടുക്കികളായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, ഞാൻ പറയാം. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ നിന്ന് കളിക്കുന്ന കളിയാണ്. ഒരു റാക്കറ്റ് ഉണ്ടാവും, അല്ല, ബോൾ ചെറുതാവും. യെസ്, ആരാ പറഞ്ഞത്? ടേബിൾ ടെന്നീസ്. വെരി ഗുഡ്. ടേബിൾ ടെന്നീസ്. എന്തുകൊണ്ടാണ് ടേബിൾ ടെന്നീസ് അതിന് കൂടുതൽ സ്പേസ് വേണ്ട? നമുക്കറിയാം. എന്തുകൊണ്ടാണ് ടേബിൾ ടെന്നീസ് നിർബന്ധമായും കളിക്കണമെന്ന് പറയുന്നത്? ദ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് the student has to, or the player has to act or react immediately, either he has to smash or spin. ഏത് പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന് നമുക്കറിയാം ടേബിൾ ടെന്നീസിൻ്റെ ബോർഡിൻ്റെ ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. ആ ബോൾ വരുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ അവർ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് കുട്ടിയിലെ ഈസ് എൻജോയിങ് ദ ഗെയിം and the same time he is developing his intellectual level. So വലിയ പ്രാധാന്യം ചില ഗെയിമുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൊക്കോ എന്ന് പറയുന്ന ഗെയിം നമ്മളെ ഫിസിക്കൽ ഫിറ്റ്നസ്സിലെ എല്ലാ കോമ്പണൻസും, സ്പീഡ്, സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, എജിലിറ്റി, കോർഡിനേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കൊക്കോ എന്ന് പറയുന്ന ഗെയിം. അങ്ങനെ ഒരുപാട് മാർഷ്യൽ ആർട്സുകൾ, ജൂഡോ പോലുള്ള ഗെയിമുകൾ, കബഡി പോലുള്ള ഗെയിമുകൾ, ഇങ്ങനെ ഒരുപാട് നമ്മുടെ നാച്ചുറൽ ഗെയിമുകൾ, ഇതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും നമുക്ക് അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള സബ്ജക്റ്റ് നമുക്ക് കരിക്കുലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റാക്കി മാറ്റിയാൽ ഇന്ന് ഏറ്റവും വലിയ ഒരു സംസ്ഥാനമായി, രാജ്യമായി നമുക്ക് മാറാൻ സാധിക്കും. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ, മലബാറിലെ. ഇപ്പം ഞാൻ ഉദാഹരണമായി പറയുന്നത്, നിങ്ങൾക്കറിയാം ഈ വർഷത്തെ കായികമേള അവസാനിച്ചു, സംസ്ഥാന കായികമേള. ആരാണ് ചാമ്പ്യന്മാർ? മലപ്പുറം ജില്ല. ആരാണ് മികച്ച സ്കൂള്? ഐഡിയൽ സ്കൂൾ കടകശ്ശേരി. രണ്ടാമത്തെ സ്കൂൾ ആരാ കേരളത്തിലെ? നവാമുകുന്ദ. ആറാമത്തെ സ്കൂള് പൂക്കള തിരൂര്, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. ആദ്യത്തെ 10 പട്ടികയിൽ 5 സ്കൂളുകൾ മലപ്പുറം ജില്ലയിലാണ്. എന്താണ് ഇവിടുത്തെ സൗകര്യം? ആകെ ഒരു സിന്തറ്റിക് ട്രാക്ക്. അതെവിടെയാ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അത് ഞങ്ങൾ ഫ്രീ ആയി കൊടുത്താൽ ഓക്കെ, അല്ലെങ്കിലോ റെസ്ട്രിക്റ്റ് ചെയ്താൽ അതുമില്ല. ഈ കുട്ടികളൊക്കെ ആഴ്ചയിൽ 2 ദിവസം ഈ സിന്തറ്റിക് ട്രാക്കിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എവിടെയാണോ നിർത്തേണ്ടത് ആ നിൽക്കുന്ന പ്രതലത്തിലേക്ക് നമ്മൾ ചെല്ലണം.
ഞാനൊക്കെ നാഷണൽ സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് സിന്തറ്റിക് ട്രാക്കിൽ ഓടുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മദ്രാസിലാണ്. ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ആദ്യം എൻ്റെ മനസ്സിലുള്ളത് ആ സൗകര്യം ഇവിടെ ഉണ്ടാവണം. അത് ഈ തലമുറക്ക്, വളർന്നു വരുന്ന തലമുറക്ക് അത് ഉപയോഗിക്കാൻ സാധ്യമാകണം. അങ്ങനെ ആധുനികമായിട്ടുള്ള എല്ലാ രീതിയിലും, പ്രത്യേകിച്ച് നമ്മുടെ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് നഷ്ടമാകില്ല. അതൊരു അസറ്റാണ്. ജീവിതകാലം മുഴുവനുള്ള നമുക്കൊരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് സൊസൈറ്റിയിലേക്ക്. ആ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യം, നമുക്കൊക്കെ ആരോഗ്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു, ഓ ഐ ആം ഓക്കെ, ഐ ആം ഫൈൻ. കുട്ടികളോട് ചോദിക്കും ഹൗ ആർ യു, ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ ഹൗ ആർ യു? മറുപടി എന്താ? ഐ ആം ഫൈൻ. അല്ലേ? ഫൈനാണോ? ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ ഫൈനാണെന്ന്? നമ്മൾ ഫൈനാണെന്ന് പറയും. നമ്മൾക്ക് ഫൈൻ ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാവണം അതുപോലും നമുക്കറിയില്ല. നമ്മൾ ഫിസിക്കലി ഫൈൻ ആവണം, ഫിസിക്കലി ഫിറ്റ് ആവണം, മെൻ്റലി ഫിറ്റ് ആവണം, സോഷ്യലി ഫിറ്റ് ആവണം, ഇമോഷണലി ഫിറ്റ് ആവണം, സ്പിരിച്വലി ഫിറ്റ് ആവണം. ഈ 5 ഘടകങ്ങൾ ഉണ്ടായാലേ ഒരാൾ ഫിറ്റ്നസ് ഉണ്ട് അല്ലെങ്കിൽ ഐ ആം ഫിറ്റ് എന്ന് പറയാൻ, ഐ ആം ഫൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ടീച്ചർ എന്താ പറയുന്നത് അത് പറയും. വി ആർ റിപ്പീറ്റിംഗ് യെസ് ഐ ആം ഫൈൻ. ഐ ആം നോട്ട് ഫൈൻ എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുകയാണെങ്കിൽ, കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ കുട്ടികൾ പറയും യെസ് ഫൈൻ. ഞാൻ എന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫൈൻ എന്ന് പറയുന്നത്? നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണോ? യെസ് സർ ഐ ആം ഫിസിക്കലി ഫിറ്റ്. ഓക്കെ, യു ആർ മെൻ്റലി ഫിറ്റ് ആണോ? യെസ് മെൻ്റലി ഫിറ്റ്. യു ആർ ഇമോഷണലി ഫിറ്റ് ആണോ? നിങ്ങൾക്ക്, ഞാൻ നേരത്തെ ഇമോഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരയാനുള്ളൊരു നമ്മുടെ വികാരങ്ങളെ നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ അല്ലെങ്കിൽ തുറന്ന് കാണിക്കാൻ പറ്റുന്നൊരവസ്ഥ. യു ആർ സോഷ്യലി ഫിറ്റ് ആണോ? സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ടോ? സമൂഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? സമൂഹത്തിൻ്റെ നന്മയും തിന്മയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലേക്ക് നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു? ദെൻ നമുക്കൊരു സങ്കടം വന്നാലോ ദുഃഖം വന്നാലോ പ്രയാസം വന്നാലോ നമ്മൾ പടച്ചോനെന്ന് വിളിക്കും, അല്ലെ ദൈവമേ എന്ന് വിളിക്കും, പ്രാർത്ഥിക്കും, നമ്മൾ നിസ്കരിക്കും. അത് നമ്മളെന്ത് ഒരു മെൻ്റൽ റിലീഫ് നമുക്ക് കിട്ടുന്നു. ഇങ്ങനെയുള്ള 5 ഘടകങ്ങൾ അടങ്ങിയതാണ് ഫിറ്റ്നസ് എന്ന് അല്ലെങ്കിൽ വെൽനെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ അങ്ങനെക്കുറിച്ച് ചിന്തിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വളരെ എന്താ പറയുക, നമ്മൾ ഒരുപാട് പുറകിലാണെന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനൊരു ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ജനറലായി പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് ചില കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. പ്രത്യേകിച്ച് മലബാറിലെ, ഇപ്പോൾ ഇവിടെ സാറ് പറഞ്ഞ പോലെ മലബാറിലെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത്, എന്താണ് ഇല്ലാത്തത്, മറ്റുള്ളവർക്ക് എന്താണ് കൂടുതലുള്ളത്. ഞാൻ എപ്പോഴും സ്പോർട്സ് കൗൺസിലിൻ്റെയും മറ്റ് കായിക മേഖലയിലൊക്കെ മീറ്റിങ്ങിൽ പോകുമ്പോൾ ഞാൻ പറയാറുള്ളത്, നമ്മൾ കുട്ടികൾ നമ്മളിലേക്ക് വരികയല്ല, നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലണം. അത് ഈ കേരളത്തിൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തൊക്കെ ഒരുപാട് അക്കാഡമികളും ഒരുപാട് ഗ്രാൻഡുള്ള ഹോസ്റ്റലുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് നമുക്ക് മലബാറിലേക്ക് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇപ്പം ഞാൻ പറഞ്ഞ അത്ലറ്റിക്സിൽ നമ്മൾ ചാമ്പ്യന്മാരായി, ഒരൊറ്റ ഹോസ്റ്റൽ പോലും മലപ്പുറം ജില്ലയിലില്ല, ഒരൊറ്റ ഹോസ്റ്റൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജില്ലയ്ക്ക് ഇതൊക്കെ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ 101% ആവശ്യമാണ്. എന്തുകൊണ്ട് വരുന്നില്ല? അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഫുട്ബോൾ 1-2 ഹോസ്റ്റലുകളുണ്ട്, എന്നാൽ അത്ലറ്റിക്സിൽ ഒരു ഹോസ്റ്റൽ പോലും ഇല്ല. അവിടെ നിന്നാണ് നമ്മൾ ചാമ്പ്യൻസ് ആവുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ ഡ്രോബാക്സുകൾ നമുക്കുണ്ട്. എന്നാലോ നമ്മളുടെ കുട്ടികൾ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഞാൻ പത്രങ്ങളിൽ വരെ എഴുതുന്നു, മലപ്പുറം കായിക ഖനിയാണ്. കുഴിച്ചെടുത്താൽ ഒരുപാട് സ്വർണ്ണങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ പൂർവികർക്കുള്ള ഒരു ചലഞ്ചിങ് മൈൻഡ്, ബ്രിട്ടീഷുകാരുമായിട്ട് പടപൊരുതിയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് സമരങ്ങളിൽ 921 അതുപോലെ ഒരുപാട് പ്രക്ഷോഭങ്ങളിൽ നമ്മുടെയൊക്കെ പൂർവികർ നമ്മളെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രക്തമാണ് നമുക്ക്. നമ്മുടെ പ്രദേശത്തെ എടുത്തു നോക്കിയാൽ നല്ല മലകളുണ്ട്, പുഴകളുണ്ട്, പാടങ്ങളുണ്ട്, എല്ലാ രീതിയിലുള്ള എന്താ പറയുക, നമ്മളുടെ ജിയോഗ്രഫിക്കലി വി ആർ ഫൈൻ, വി ആർ ഗുഡ്, നമ്മൾ റിച്ചാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് 100% ടാലൻ്റ് ഉണ്ട്, റെസിസ്റ്റൻസ് പവർ ഉണ്ട്, ചാലഞ്ചിങ് മൈൻഡ് ഉണ്ട്. പിന്നെ എന്താ ഇല്ലാത്തത് സൗകര്യങ്ങളാണ്. ആ സൗകര്യങ്ങളെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കായികവും കലയും എല്ലാം സാമൂഹിക പ്രവർത്തനമൊക്കെ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാവരും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് ആരാ നമുക്കറിയാം, മെസ്സി. അതുപോലെ തന്നെ ഏത് പ്ലെയർ, റൊണാൾഡോ,
സച്ചിൻ ടെണ്ടുൽക്കർ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ലോകത്തെ ഏറ്റവും വലിയ പൈസ സമ്പാദിക്കുന്ന ഒരു സ്പോർട്സ്മാൻമാരാ. അവർക്ക് PG ഉണ്ടോ, MPhil ഉണ്ടോ, PhD ഉണ്ടോ? അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ പൊതുസമൂഹത്തിന് വേണ്ടി പൊതുസമൂഹത്തിൽ സംസാരിക്കുന്നത് നമുക്കറിയാം. എന്ത് നന്നായിട്ട് സംസാരിക്കുന്നു, വിഷയങ്ങൾ എത്ര നന്നായി കൈകാര്യം ചെയ്യുന്നു. അവർ പല എക്സ്പീരിയൻസിലൂടെ അത് മനസ്സിലാക്കി അതിനെ എന്താ പറയുക, അത് സ്വായത്തമാക്കുകയാണ്, അത് സമൂഹത്തിലേക്ക് കൊടുക്കുന്നു. ആ രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഇന്ന് എനിക്കറിയാം. നമ്മൾ കേട്ടിട്ടുള്ള അനസ് എടത്തൊടിക, കുണ്ടോട്ടിക്കാരൻ, എൻ്റെ വിദ്യാർത്ഥിയാണ് അനസ് കുണ്ടോട്ടി. വളരെ സാമ്പത്തികമായി വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് വന്ന അനസ് ഇന്ന് സഞ്ചരിക്കുന്നത് ബെൻസ് കാറിലാണ്, E-ക്ലാസ് ബെൻസ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, ഞാനൊരു ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഉദ്ഘാടകനും അനസ് മുഖ്യാതിഥിയാണ് MIC സ്കൂളിൽ. അപ്പോൾ ഞാൻ അനസിനോട് പറഞ്ഞു, അനസ് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ സാറേ ചോദിച്ചു. എനിക്ക് നിൻ്റെ ബെൻസിലൊന്ന് യാത്ര ചെയ്യണം. അപ്പോൾ സാർ എന്താ സംശയം, ഞാൻ കുണ്ടോട്ടി നിൽക്കാം. അങ്ങനെ അവൻ എന്നെ അരമണിക്കൂർ കാത്തു നിന്നു. ഞാൻ എൻ്റെ കാറ് കുണ്ടോട്ടിയിൽ നിർത്തി. ഞാൻ ആ കാറിൽ കയറിപ്പോയപ്പോൾ ഞാനത് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആ കുട്ടികളുമായി ഷെയർ ചെയ്തു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലൊന്നാണ് അനസിൻ്റെ കൂടെ ആ യാത്ര. കാരണം ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ അവൻ പഠിപ്പിച്ച വിദ്യാർത്ഥി നമ്മളെക്കാൾ, ആ അധ്യാപകനേക്കാൾ വലിയ സ്ഥാനത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷം, അത് സത്യത്തിൽ നമ്മൾ അനുഭവിച്ചറിയണം. അത് അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം ഉണ്ടാവും. അതാണ് ഈ തലമുറയോട് പറയുന്നത്, നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ നിങ്ങളെക്കാൾ വലിയവരാവണം എന്നുള്ളത്. ആ രീതിയിലേക്ക് നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ സ്ക്രീനിലൂടെ ഞാനൊന്ന് 5 മിനിറ്റ് സമയം കുറേ വൈകി, എനിക്ക് അരമണിക്കൂർ ആ സമയം തന്നുള്ളത്. എന്തായാലും ഒരു ബെല്ലടിച്ചാൽ അപ്പം നിർത്താം. യെസ്, ദ സ്പോർട്സ് ഫോർ ഓൾ. ഞാനത് ഒരു പ്രസൻറ്റേഷൻ നൽകുന്നത് ചെറിയ രീതിയിൽ മനസ്സിലായി. ഇക്വാലിറ്റി, നമ്മൾ ഈ അവരുടെ ബേസ് കണ്ടില്ല, അവർ കയറി നിൽക്കുന്ന ബേസ് ഒരേമാതിരി ബേസാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവർ ഡിഫറെൻ്റ് സ്ട്രക്ചറാണ് അവർക്ക് നമ്മൾ അതുപോലെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? കണ്ടല്ലോ, വലിയ ആൾക്ക് നന്നായി കാണാൻ പറ്റും. ഒരു കളീനെ ഞാൻ കാണിക്കുന്നത് ചെറിയ കുട്ടിക്ക് കാണുന്നില്ല. അപ്പം നമ്മൾ ആ നെക്സ്റ്റ് പിക്ചർ നോക്കിയാൽ അറിയാം, ആ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്യുപ്മെൻറ്റും കൂടി അല്ലെങ്കിൽ ഒരു റിസോഴ്സും കൂടി നമ്മൾ കൊടുത്തു. ഒന്ന് രണ്ടാക്കിയപ്പം ഈ ക്യാൻ ഒബ്സർവ്. അപ്പോൾ ഈ ഒരു ഇക്വാലിറ്റി നമുക്ക് ഇന്ന് എഡ്യൂക്കേഷനിൽ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് സ്പോർട്സിൽ എഡ്യൂക്കേഷനിലും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിവിടെ പ്രതിപാദിച്ച ആളുകളൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് ഈ ബാരിയേഴ്സ് ഒന്നും നമ്മുടെ മുമ്പിലില്ല. വി ആർ ഫ്രീ. ആ ബാരിയേഴ്സിനെ ഒഴിവാക്കി നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ എൻജോയ് ദ നാച്ചുർ, വി ക്യാൻ എൻജോയ് ദ സിലബസ്, വി ക്യാൻ എൻജോയ് ഓൾ തിങ്സ് വി ക്യാൻ എൻജോയ്. അപ്പം നമ്മളുടെ മുമ്പിലുള്ള പ്രോബ്ലം ബാരിയേഴ്സാണ്. നേരത്തെ നാസർ സാർ ആരോ പറഞ്ഞിട്ടു, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സിലബസും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വേറെ സിലബസും, ഇങ്ങനെ സിലബസിൽ പോലും ഒരു ഇക്വാലിറ്റി ഇല്ലാത്ത ഒരു പ്രോബ്ലം നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. ഫാസ്റ്റ് ആക്കാം. ജസ്റ്റ് ഈ മലബാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് സ്പോർട്സ് ഫോർ ട്രാൻസ്ജെൻഡേഴ്സ്. അവരൊരു മാറ്റിവെക്കേണ്ട ആ മാറ്റിവെക്കുന്ന ഒരു ഇക്വിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരാളെയും നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല. പല കാരണങ്ങൾ കൊണ്ടും പലരും ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ അവരെ കൂടി നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ആ സിസ്റ്റത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. ആദ്യത്തെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് സ്പോർട്സ് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. സോ ദേ ആർ ആൾസോ ഇൻവോൾവിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് അതർ ഓൾ ദിസ് ടൈപ്പ് ഓഫ് നെക്സ്റ്റ് ദെൻ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നു. അവരെയും നമ്മളെ കൂടെ നിർത്താൻ നമുക്ക് സാധിക്കണം. അവരും നമ്മളെ പോലുള്ള ഹ്യൂമൻ ബീയിങ് ആണ്. എന്നാൽ ചില ഡ്രോബാക്സുകൾ അവർക്കുണ്ട്. പക്ഷേ അവരെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ അവർ ഇൻവോൾവ് ചെയ്യുമ്പം ദേ ആർ എൻജോയിങ്. അവർ ഒരു വർഷം കൊണ്ട് ഈ ഒരു സംവിധാനം ചെയ്ത് കഴിയുമ്പം ദേ വിൽ ഇംപ്രൂവ് ഓട്ടോമാറ്റിക്കലി. ഇപ്പം ഞങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലും നീന്തം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക്. അവർക്ക് ജനറൽ ഫിറ്റ്നസ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് സ്വിമ്മിങ്ങിലാണ്. അപ്പോൾ അവരുടെ എല്ലാ രീതിയും ഫിസിയോളജിക്കൽ എല്ലാ ചേഞ്ചസും അവർക്കുണ്ടാവും. ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യും. എല്ലാ രീതിയിലുള്ള പിന്നെ എന്താ പറയുക സർക്കുലേറ്ററി സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. എല്ലാ രീതിയിലേക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ ദ തിങ് ഈസ് ക്വാളിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് മഡിലായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പാടത്തായിരിക്കും കളിക്കുക. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾക്കനുസരിച്ചുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ. ഇത് ഞാൻ സ്പോർട്സ് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അക്കാഡമിക് ലെവലിലും ആലോചിക്കണം. വി ഷുഡ് ഗീവ് ദ മാക്സിമം ഫെസിലിറ്റി, മാക്സിമം മോഡേൺ ഫെസിലിറ്റി ഫോർ ദ അപ്കമിങ് സ്റ്റുഡൻസ്.
അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതലത്തിലായിരിക്കും അവർക്ക് പഠിക്കാനും കളിക്കാനും സാധിക്കുക. നമ്മൾ കോമ്പറ്റ് ചെയ്യുന്ന ആ രീതിയിലാണ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സ്റ്റുഡൻസിനെ കോമ്പറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം. ഇനി ഏത് സബ്ജക്റ്റ്, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഈവൻ സ്പോർട്സ് ആയിക്കോട്ടെ, വി ഷുഡ് ഡെവലപ്പ് ദ ഇൻഫ്രാസ്ട്രക്ചർ. യെസ്, ദ ഫസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത്. ഒരു ഫിലോസഫർ, ലോകത്തെ ഏറ്റവും വലിയ ഫിലോസഫർ പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത്. First wealth is physics, chemistry. I am not blaming the physics or chemistry, but first wealth is health. That is the motto. That is a theory. We have to follow this. Next. So then another sector, physical literacy. What is physical literacy? We are the first in the literacy level. Kerala is first in the literacy. Then what about the physical literacy level? I told ICSE students 90% not physically fit, 80%, more than 80% government students, school students not physically fit. That is the current situation. So physical literacy means we have to learn how to walk, how to run, how to carry. This should be implemented in the curriculum. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഐ ആം സെർച്ചിങ് ലോട്ട് ഓഫ് ആർട്ടിക്കിൾസ്. 5 വർഷമായിട്ട് ഞങ്ങൾ കുറേ രാജ്യത്തെ കരിക്കുലമൊക്കെ പഠിച്ചു. അങ്ങനെ ഞങ്ങൾ പറയാൻ തുടങ്ങി, ഞാനൊക്കെ പറയാൻ തുടങ്ങി. ഞങ്ങൾ 4 പ്രൊഫസേഴ്സാണ് ഈ മേഖലയിലുള്ള. ഞങ്ങളെല്ലാവരോടും പറഞ്ഞു ഫിസിക്കൽ ലിറ്ററസി കൊണ്ടുവരണം. അതെന്താ അങ്ങനെ കൊണ്ടുവരുന്നത്? കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയുണ്ട്, അമേരിക്കയിലുണ്ട്, ചൈനയിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഫിസിക്കൽ ലിറ്ററസി ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ്. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ അതിനെ പേരൊന്നും പറഞ്ഞില്ല, അങ്ങനത്തെ ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഫിസിക്കൽ ലിറ്ററസി ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള. അപ്പോൾ ഞാൻ കുറേ ഐഡിയാസൊക്കെ ചെന്നപ്പോൾ എങ്ങനെ ഇത് തുടങ്ങും? ഈവൻ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ വരെ ഞാൻ പോയി, എങ്ങനെ തുടങ്ങും? പൂച്ചക്കാർ മണി കെട്ടും എന്ന് പറയും. അവസാനം ഞാനെന്ത് തീരുമാനിച്ചു? ഞാൻ ഈ സ്റ്റഡി ICSRൻ്റെ ഇൻ്റർനാഷണൽ സോഷ്യൽ സയൻസ് റിസർച്ചിലേക്ക് ഞാൻ ഈ സ്റ്റഡി, സാധാരണ സോഷ്യൽ സയൻസ് റിസർച്ച് ചെയ്യുന്നത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അതിന് സഹായങ്ങൾ കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ICSR ഒരു സ്പോർട്സ് റിസർച്ചിൻ്റെ ഒരു അപ്ലിക്കേഷൻ ചെല്ലുന്നത്. ഞങ്ങളതിനോട് ചോദിച്ചു, ഞങ്ങളത് വിശദമായിട്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 4 സംസ്ഥാനങ്ങളിൽ 1ാം ക്ലാസ് LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കായിക സാക്ഷരത നൽകുന്ന ഒരു സ്റ്റഡിയാണ്. യു ക്യാൻ ഇമാജിൻ, 1.5 കോടി രൂപ ഇന്നുവരെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇത്ര പൈസ തന്നിട്ടില്ല ഒരു ഏജൻസിയും. 1.5 കോടി രൂപ ഈ റിസർച്ചിന് വേണ്ടി ICSR നമുക്ക് പാസ്സാക്കി തന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് 3 years 4 years വി വിൽ ഇംപ്ലിമെന്റ്. അപ്പം ഞങ്ങളതൊരു റിസർച്ചാക്കി ഒരു ഫൈൻഡിങ്സ് ആക്കി ചെല്ലുമ്പോൾ ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഓപ്പൺ സ്പേസ് കിട്ടി. ആരോടും പറയാം, യെസ് ദിസ് എൻ ഓപ്പൺ ഡോക്യുമെൻറ്റ്, ദിസ് എ പ്രൂവ്ഡ് മെറ്റീരിയൽ. അങ്ങനെയെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്താൽ നന്നായി. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ളത് നമുക്കിതിനെപ്പറ്റി പറയാൻ പറ്റും. ഓക്കെ, ഫാസ്റ്റാക്കാം. യെസ്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന്, ഇത് എയ്ഡഡ് സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളും കേരളത്തിലെ സ്കൂളുകളെ കുറിച്ചാണ്. 2596 ഗവൺമെൻറ് LP സ്കൂള്, 3903 എയ്ഡഡ് സ്കൂള്, UP 872. ഞാൻ മൊത്തം പറയുന്നത് ഓരോന്നും നിങ്ങൾക്ക് വായിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 15,49,283, 25,20,220. 613 അധ്യാപകരാണ്, കായിക അധ്യാപകനുള്ളത്. അതുപോലെ 1343. +2 എത്ര +2 ഉണ്ട് കേരളത്തിൽ? ഒരൊറ്റ കായിക അധ്യാപകൻ പോലും +2 നമുക്കറിയാം. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പം നമ്മൾ പറയുന്ന കോൺസെപ്റ്റേ മാറ്റണം. PT ടീച്ചർ, ഇറ്റ്സ് നോട്ട് എ PT ടീച്ചർ, ഇറ്റ്സ് എ PET, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. ഈസ് എഡ്യൂക്കേറ്റിംഗ് ഫിസിക്കലി എഡ്യൂക്കേറ്റിംഗ്. അതിനെപ്പോലും നമുക്ക് ആ രീതിയിലേക്ക് കാണാൻ സാധിക്കുന്നില്ല. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരീഡിൽ മാത്തമാറ്റിക്സിൻ്റെ ടീച്ചർ എനിക്ക് പോർഷൻ തീർക്കാണ്ട് ഞാനത് തീർക്കട്ടെ, സയൻസ് തീർക്കാണ്ട്. നെവർ. അത് നിങ്ങളുടെ അവകാശമാണ്. കായികപരമായി ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. എന്നാൽ ചില ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് പറയും, ഓക്കെ സന്തോഷം. അങ്ങനെയുണ്ട്, ഞാൻ അങ്ങനെയും അതിനെ പറയുന്നുണ്ട്, ഞാൻ അതിനെ എല്ലാം ഇതായിട്ട് പറയില്ല. പക്ഷേ ഇത് നമ്മളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കിയിട്ട്, സോ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര സ്കൂളുകളില്ല. അപ്പം ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ ഉദാഹരണം. ഇപ്പം സ്കൂൾ കായികമേളയിൽ ഫസ്റ്റ് വന്നു. ഞാൻ പറഞ്ഞ 8 സ്കൂളോ 10 സ്കൂളുകളിൽ നിന്നാണ് ഈ കുട്ടികൾ വന്നുള്ളത്. അവിടെ കായിക അധ്യാപകരുണ്ട്. ഇല്ലാത്ത സ്കൂളുകളിൽ എത്ര ടാലൻറ്റുകളുണ്ട്. ആ ടാലൻറ്റുകൾക്ക് ആര് മറുപടി പറയും? അവരുടെ കഴിവുകളെ നശിപ്പിക്കാന്ന് വേണമെങ്കിൽ പറയാം. കണ്ടെത്തുന്നില്ലെങ്കിൽ നശിപ്പിക്കുക തന്നെയാണല്ലോ. ആ കണ്ടെത്തലോ നശിപ്പിക്കലോ ഒക്കെ ആയി നടക്കുമ്പം ഇതിന് ഉത്തരം ആര് പറയണം? കായിക അധ്യാപകർ നിർബന്ധമാണ്. അതിന് പകരം ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടെ ഭാഷാ അധ്യാപകർ മതി,
ഭാഷാ അധ്യാപകർക്ക് ഫിസിയോളജി അറിയണമെന്നില്ല, അനാട്ടമി അറിയണമെന്നില്ല, എക്സസൈസ് ഫിസിയോളജി അറിയണമെന്നില്ല, അവർക്ക് സ്റ്റാറ്റിക്സ് അറിയണമെന്നില്ല, അതിൽ ട്രെയിനിങ് മെത്തേഡ്സ് അറിയണമെന്നില്ല. ഇതൊക്കെ പഠിക്കുന്നതാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർക്ക് ആ അധ്യാപകർ തന്നെ വേണം. ഒരു പക്ഷേ ക്യാരക്ടർ ചേഞ്ച് ഇല്ലെങ്കിലും ഒരു വലിയ ഘടകം കായിക അധ്യാപകർ നിങ്ങളുടെയൊക്കെ കൊച്ചു കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിലെ പി ടി ടീച്ചറൊക്കെ ഒന്നും എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ആ പി ടി ടീച്ചർ തന്നെയാണ് ഇന്നും എൻ്റെ ഓർമ്മയിലുള്ളത്. യെസ്, ഇഫ് നീഡ് ഇന്ത്യ റീച്ച് ദ ടോപ്പ് ലിസ്റ്റ് ഓഫ് കൺട്രീസ് ഇൻ ഒളിമ്പിക്സ്, വാട്ട് ടു ഡു? നത്തിങ് എൽസ്, ഫിസിക്കൽ ലിറ്ററസി ഹാസ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ ദ കൺട്രി ഓർ അറ്റ്ലീസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ഓർ അറ്റ്ലീസ്റ്റ് ഇൻ ദ ഡിസ്ട്രിക്ട്. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ ലിറ്ററസി ഷുഡ് ബി ഇംപ്ലിമെൻറ്റ് ഇൻ ദ കരിക്കുലം. ഓക്കെ, ഫസ്റ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ടോട്ടൽ ഹെൽത്ത് ആൻഡ് വെൽനസ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, സ്പിരിച്വൽ, സോഷ്യൽ, ഇമോഷണൽ. ഇതൊരു ചെയിനാണ്. ഈ ചെയിനിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്കായി കഴിഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന കോൺസെപ്റ്റ് ബ്രേക്കായി. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയുള്ള ആളുകളാണെന്ന് നമ്മൾ അഹങ്കരിച്ച് നിൽക്കണ്ട, ഈവൻ ഞാനടക്കം. ഇതൊരു കണക്കാണ്, ഞാൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കായിരിക്കും. 13.5 മില്യൺ പീപ്പിൾ ഹാവ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. നമുക്കറിയില്ല ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്താണെന്ന് പറയണ്ട, ഞാൻ ഫാസ്റ്റായിട്ട് പോവാണ്. 1.5 മില്യൺ പീപ്പിൾ സഫർ ഫ്രം ഹാർട്ട് അറ്റാക്ക് ഇൻ എ ഗിവൺ ഇയർ. 250,000 പീപ്പിൾ സഫർ ഹിപ്പ് ഫ്രാക്ചർ ആൻഡ് ബോൺ റിലേറ്റഡ് പ്രോബ്ലംസ്. ഓവർ 60 മില്യൺ പീപ്പിൾ, എ തേർഡ് ഓഫ് ദ പോപ്പുലേഷൻ ആർ ഓവർ വെയ്റ്റ്. ഒബിസിറ്റി എന്ന് പറയും. പോട്ടെ. യെസ്, ഇത് ആവറേജ് ആണ്, നാഷണൽ ആവറേജ്, നമ്മുടെ ആവറേജ് കൂടിയാണ്. 42% ഡയബറ്റിക്, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി പറയുന്നത്. ഇത് ഞാൻ ലാസ്റ്റ് ഒറ്റ വാക്ക് മാത്രം പറയാം. കേരള ഈസ് നോൺ ആസ് ഡയബറ്റിക് ക്യാപിറ്റൽ. അതായത് 20% ആണ് നമ്മുടേത്. നാഷണൽ ആവറേജ് 8%. ഓക്കെ, ഒക്കെ പോട്ടെ, ഇനി ഒക്കെ വിടാം. സ്കൂൾ സ്റ്റുഡൻസ് ആർ ബിലോ ഫിറ്റ്നസ് ലെവൽ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്. 82, 92 children adolescent age 7, prevention of overweight. Yes, this is the main factor for physical literacy. Physical literacy il namukku kittunnathu, physical literacy is the competence to move ചെയ്യാനുള്ള ഒരു കോമ്പിറ്റൻസി നമുക്ക് ഡെവലപ്പ് ചെയ്യും. കോൺഫിഡൻസ് ടു മൂവ്, ആ കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. മോട്ടിവേഷൻ ടു മൂവ്, ഈ 3 ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് 2 കാര്യങ്ങളോട് പറയുന്നുണ്ട്. യെസ്, മോട്ടിവേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, കോൺഫിഡൻസ്, നോളജ് ആൻഡ് കോമ്പിറ്റൻസ്. ഈ 5 ഘടകങ്ങളും ഒരു വ്യക്തിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈസ് എ സക്സസ്. ഈ സക്സസ് എന്ന് പറയാം. എല്ലാ അർത്ഥത്തിലും അവന് എല്ലാത്തിനും എക്യുപ്പിഡ് ആണ് എന്നർത്ഥം. അവന് ഏത് സയൻസ്, ഏത് സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ഈ വിൽ ബി, എന്താ പറയുക, മാസ്റ്റർ, നോ ഡൗട്ട്. യെസ്, academic performance, memory, attention span, lifeline physical activity, mental health and well-being, life skill, confidence and behavior, relationship and friendship, school leader, who will be promoter. ഇത് ആര് പ്രൊമോട്ട് ചെയ്യും? സ്കൂൾ ലീഡേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ്, കോച്ചസ്, ഫാമിലീസ്. ദിസ് ഓൾ ദ മെയിൻ ഫാക്ടേഴ്സ്. ഇത് നമ്മുടെ ബെനിഫിറ്റ്സ് ആണ്, കുട്ടികളിലുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആണ്. ഈ ബെനിഫിറ്റ്സുകൾ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ അർത്ഥത്തിലുള്ള ഫിസിക്കൽ, ഫിസിയോളജിക്കലായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സുകളും ഈ ഫിസിക്കൽ ലിറ്ററസിയുടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. യെസ്, കറിക്കുലം, എഡ്യൂക്കേറ്റ്, എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഹരിയാനയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് അഡിക്ട്സുകളുള്ള സ്ഥലമാണ് ഹരിയാന. ഈ ഹരിയാനയിൽ അങ്ങനെയുള്ള ഡ്രഗ് അഡിക്ട്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യം, ഹരിയാനയിൽ മാക്സിമം സ്ഥലങ്ങളിൽ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കി, ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി. അപ്പോൾ കുട്ടികളൊക്കെ ഫുള്ളി എൻഗേജ്ഡായി. രാവിലെ ആയാലും വൈകുന്നേരം അവർക്ക് കളിക്കണം, ഫുള്ളി എൻഗേജ്ഡായി. അവർക്ക് ഈ ഒരു ചിന്തയിൽ നിന്നും മാറി അവർ കളിക്കുക എന്നുള്ളതായി. കളി ഒരു ഇഷ്ടപ്പെട്ട കാര്യമല്ലോ, എല്ലാവരിലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ കളിക്കണം എന്നുള്ളൊരു താല്പര്യം വന്നു. അങ്ങനെ ഒരു പരിധി വരെ അവിടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ മാറ്റി നിർത്താൻ സാധിച്ചു എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഒന്നുമില്ലാത്ത സമയത്താണ് അങ്ങനെ വേണ്ടാത്ത തോന്നൽ വരിക. ഒരു സിഗരറ്റ് വലിച്ചാൽ ഒന്ന് ഇനി വേറെ ലെവലിലേക്ക് പോകണം, അങ്ങനെ രീതിയിൽ. ഹൗ ടു ഡെവലപ്പ് ഫെസിലിറ്റി ഇൻ ചിൽഡ്രൻ ത്രൂ ക്വാളിറ്റി. യെസ്, These are the skills. ഞാൻ നേരത്തെ വാക്കിംഗ്, റണ്ണിങ്, ഹോപ്പിംഗ്, സ്കിപ്പിംഗ്, ജമ്പിങ്, ഡോഡ്ജിങ്, സ്റ്റെബിലിറ്റി സ്കില്ല്, ബാലൻസിങ്, ലാൻഡിങ്, ട്വിസ്റ്റിങ്, മാനിപ്പുലേറ്റ് സ്കില്ല്, ക്യാച്ചിങ്, ത്രോയിങ്. ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ മൂവ്മെൻറ്റ്സ്. ഇതൊക്കെയാണ് നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ നാല് കാലിൽ നിന്നല്ലേ നമ്മൾ പറയാം, 4 കാലിൽ നിന്ന് 2 കാലിലേക്ക് വന്ന് നമ്മൾ ഓരോ സ്റ്റേജിലും ഡെവലപ്പ് ചെയ്യേണ്ട സാധ്യത. ഇതിൽ ഫണ്ടമെൻ്റൽ മൂവ്മെൻറ്റ് സ്കില്ല്, ഫണ്ടമെൻ്റൽ സ്പോർട്സ് സ്കില്ലിലേക്ക് പോകും. അതാണ് ഫിസിക്കൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏജ് പറയുന്നുണ്ട്. ദിസ് ഇസ് 12 years ആണ് ഈ ഫിസിക്കൽ ലിറ്ററസിയുടെ ഏജ്. അതായത് 7ാം ക്ലാസ് എത്തുമ്പോഴേക്കും ഒരു കുട്ടി എല്ലാ മൂവ്മെൻറ്റ്സുകളും പഠിച്ചിരിക്കും. എങ്ങനെ ഒരു റാക്കറ്റ് പിടിക്കണമെന്ന് പഠിച്ചിരിക്കും, എങ്ങനെ ഒരു ഫുട്ബോൾ തട്ടണമെന്ന് പഠിച്ചിരിക്കും, എങ്ങനെയാണ് ഒരു ഫോളോ ത്രൂ ഉണ്ടാവുക എന്ന് പഠിച്ചിരിക്കും. എല്ലാം പഠിച്ച് 12 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടി എല്ലാം പഠിച്ചിട്ട്
13-ാമത്തെ വയസ്സിൽ അവൻ സ്പെഷ്യലൈസിലേക്ക് പോവുകയാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ് വേണോ, ഗെയിംസ് വേണോ, ഏത് വേണോ, ഇതിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അന്താരാഷ്ട്ര താരമാകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉണ്ടാക്കിയ രാജ്യം ഓസ്ട്രേലിയയാണ്. നിങ്ങളെ മീൻസ് ചാമ്പ്യൻസ് ആയിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഓസ്ട്രേലിയയുടെ കുതിപ്പ് നമ്മൾ കാണാം. ആ ഓസ്ട്രേലിയയിൽ ഏറ്റവും അധികം ഫിസിക്കൽ ലിറ്ററസി ഡെവലപ്പ് ചെയ്തിട്ടുള്ള രാജ്യമാണ്. ആ രാജ്യത്താണ് ഏറ്റവും അധികം വലിയ നേട്ടങ്ങൾ അന്താരാഷ്ട്ര ലെവലിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഒരു കാര്യം പറയാം, ഒരു നേട്ടമില്ലെങ്കിലും 100% കുട്ടികളും ഫിസിക്കലി ഫിറ്റാവും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. 100% കുട്ടികളും ഫിസിക്കലി ഫിറ്റാണ്. അതിൽ 10% കുട്ടികൾ ഔട്ട്സ്റ്റാൻഡിങ് ആയി വരും. അതൊരു സത്യമാണത്. അതെല്ലാത്തിലും ഉണ്ടാവും. യെസ്, പോട്ടെ അതൊക്കെ പോട്ടെ. ഇതൊക്കെ അതിൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ കാണിക്കുന്നുള്ളൂ. ഞാൻ ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ്. ഇത് ഒറ്റ മിനിറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇത് കണ്ട ഓരോ സ്റ്റെപ്പുകൾ. ഇപ്പോൾ നമ്മൾ കാലിൻ്റെ മുട്ട എങ്ങനെയായിരിക്കണം, അതുപോലെ ഹിപ്പിൻ്റെ പൊസിഷൻ എങ്ങനെ ആയിരിക്കും, കൈ എങ്ങനെ ബോൾ പിടിക്കണം, എവിടേക്കാണ് നോക്കേണ്ടത്, ഇതൊക്കെ ഓരോ മൂവ്മെൻറ്റ്സും നമ്മൾ പഠിക്കണം. നമ്മളൊരു ബോൾ കിട്ടിയാൽ നമുക്ക് അറിയുന്ന മാതിരി കളിക്കല്ലേ വേണ്ടത്. ഇത് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടി 7ാം ക്ലാസ് എത്തുമ്പോഴേക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലേക്ക് അവൻ പോകുന്നത് ഫുൾ എക്യുപ്ഡ് ആയിട്ടാണ്. പോട്ടെ. യെസ്, സ്ട്രെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. യെസ്, പോട്ടെ അതൊക്കെ. യെസ്, ചില രാജ്യങ്ങളിൽ മാത്രമേ ഞാൻ പറയുന്നു. ഈ ഒരു ഫിസിക്കൽ ലിറ്ററസി സ്കീം UK സ്റ്റാർട്ട് ടു മൂവ് എന്നാണ് ഇതിൻ്റെ പേര്. USA ഡിസൈൻ ടു മൂവ്, കാനഡയിൽ കാനഡ ഫോർ സ്പോർട്സ്, ഫോർ ലൈഫ്, അയർലാൻഡിൽ സ്കിൽ ഫോർ സ്പോർട്സ്. ഇങ്ങനെ ഓരോ രാജ്യത്തും ഈ രാജ്യങ്ങളൊക്കെ നിങ്ങൾ ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ മുകളിലാണ്. നമ്മൾക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. യെസ്, yes, I am concluding my words with one movie, means one video. Just watch the video. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് ഇങ്ങനൊരു അവസരം നൽകിയതിന് പ്രത്യേകം നന്ദി. യാദൃശികമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു അവസരവും വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും നല്ലൊരു മാറ്റം നമുക്കുണ്ടാക്കാൻ സാധിക്കണം. അത് ആരോഗ്യരംഗത്തു കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത് ഞാനിവിടെ എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവച്ചു. താങ്ക് യു.